ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 സോഷ്യോളജിയുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എല്ലാ ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഇതിനെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്കറിയാം നമ്മുടെ +2 സോഷ്യോളജിക്കാർക്ക് ഒരു അഡീഷണൽ ടെക്സ്റ്റ് കൂടി പഠിക്കാനുണ്ടല്ലേ. അപ്പം നമ്മൾ ആ അഡീഷണൽ ടെക്സ്റ്റിലെ ടോപ്പിക്സ് കൂടി കവർ ചെയ്തിട്ട് തന്നെയായിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റിയാണ്. ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് നോക്കി അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. എവിടെ നോക്കിക്കൊള്ളുക. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് പ്രിയർ നോളജ് അല്ലെങ്കിൽ പ്രയർ നോളജ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് പറയണം. മലയാളത്തിൽ മുന്നറിവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇത് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ അറിയുക. 1 വേർഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എല്ലാവരും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി. പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2 മാർക്കിന് 1 മാർക്കിന് ആ ഒരു റേഞ്ചിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഡെഫിനേഷൻ പഠിക്കുക. മലയാളത്തിൽ സ്വയം പ്രതിപതനം എന്ന് നമുക്ക് പറയാം കേട്ടോ, സെൽഫ് റിഫ്ലക്സിവിറ്റിക്ക്. ഇനി മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള C.W. മിൽസ്, എവിടെ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ശ്രദ്ധിക്കുക. C.W. മിൽസ് കേട്ടോ. C.W. മിൽസാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് 1 വേർഡ് സെക്ഷനിലൊക്കെ. എന്താക്കുക, നന്നായിട്ട് തന്നെ അത് പഠിച്ചിട്ട് പോവാം. പ്രത്യേകിച്ച് ഈ സെൽഫ് റിഫ്ലക്സിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോക്കണം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ എന്താക്കുക, നന്നായിട്ട് തന്നെ ഡെഫിനേഷൻ മനസ്സിലാക്കി ഒന്ന് പോയാൽ മതിയാവും. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി പഠിക്കുക. ഞാൻ ഇവിടെ ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. കോമൺ സെൻസ് നോളജ്, അതാണ് ഞാൻ CK എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ. കോമൺ സെൻസ് നോളജും അതുപോലെ തന്നെ SI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എഴുതാൻ വേണ്ടിയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ +1 മുതലേ ആക്ച്വലി പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് വേർഡ് അറിയത്തില്ല. സോ എന്തായാലും നിങ്ങൾ നോക്കി നോക്കുക. ദെൻ കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ ഇമാജിനേഷനും രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്, ഡിഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ട്, ഇത് ആക്ച്വലി ഒരു 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് കൂടി നിങ്ങൾ നോക്കി വയ്ക്കുക. ഇത് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഈ ഒരു ടോപ്പിക്ക്. അതുകൊണ്ട് ഇനി ഇത് ഉറപ്പായിട്ടും ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇതാ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് അതുകൂടി ഒന്ന് പറഞ്ഞു പോവാം. കോമൺ സെൻസ് നോളജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ 2 കോൺസെപ്റ്റ്സും കൊടുത്തിട്ടുണ്ട്. രണ്ടും നിങ്ങൾ പഠിക്കേണ്ടതാണ്. രണ്ടും കമ്പാരിസൺ എഴുതി ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നോക്കുക. അപ്പോൾ ഏതൊക്കെ പറഞ്ഞു? പ്രിയർ നോളജ് പറഞ്ഞു, സെൽഫ് റിഫ്ലക്സിവിറ്റി പറഞ്ഞു, പിന്നെന്താ നമ്മുടെ C.W. മിൽസിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, പിന്നെ അതേ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും കോമൺ സെൻസ് നോളജും തമ്മിലുള്ള ഒരു ഡിഫറൻസസ്, ഇത്രയും കൂടി നിങ്ങൾ പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും നോക്കിയിട്ട് പോയാൽ മതി. വെയിറ്റേജ് കുറവാണ്. ഇത് ഡെഫിനിഷൻ ടൈപ്പ് ആ ഒരു രീതിയിൽ നോക്കിയിട്ട് പോയാൽ മതി. ഇനി നമുക്ക് അടുത്ത് വരുന്നത് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററാണ്. ഏതാണ്? ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാഘടന അല്ലെ, ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യമേ പഠിക്കേണ്ട ഒരു 1 വേർഡാണ് ഡെമോഗ്രഫി എന്താണെന്നുള്ളത്. ദാറ്റ് ഈസ് ജനസംഖ്യാശാസ്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ഡെമോഗ്രഫി ആൻഡ് അത് ഡെമോസും ഗ്രഫീൻ എന്നൊക്കെ പറഞ്ഞ് 2 വേർഡ്സിൽ നിന്ന് വന്നു. ദെൻ അതിൻ്റെ മീനിങ് അങ്ങനെ നോക്കിയിട്ട് അവിടെ കുറച്ച് 1 വേർഡ്സ് പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഈ ഡെമോഗ്രഫീനെ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫോമൽ ഡെമോഗ്രഫിയും അതുപോലെ തന്നെ സോഷ്യൽ ഡെമോഗ്രഫി എന്നും പറഞ്ഞിട്ട്. അതുകൂടി നിങ്ങൾ നോക്കുക. 1 വേർഡിന് നമുക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഫോമൽ ഡെമോഗ്രഫിയും അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ ഡെമോഗ്രഫിയും. അപ്പോൾ ഡെമോഗ്രഫി എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് അത്രയ്ക്കും 1 വേർഡിനെ കണക്കാക്കി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതിൻ്റെ ഡെറിവേഷനും അതിൻ്റെ ടൈപ്സും ഒക്കെ കൂടിയിട്ട് ഒന്ന് 1 വേർഡ് കണക്കാക്കിയിട്ട് സെറ്റാക്കി നോക്കുക. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു 8 മാർക്കിൻ്റെ essay ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള മാൽത്തൂസിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. എല്ലാവരും എടുത്തു വെച്ച് നോക്കുക. ഇത് എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. 8 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു 6 മാർക്കിനും ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ പഠിക്കുക. മാൽത്തൂസിയൻ തിയറി ഫുള്ള് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ
തന്നെ ദ തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ, ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം, ഇതും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇത് 2 തിയറീസും ചേർത്തുകൊണ്ട് നമുക്ക് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മോഡൽ എക്സാമിൻ്റെ PYQs തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും ചേർത്ത് തന്നെ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. ഇത് രണ്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽത്തൂസിയൻ തിയറി തന്നെയാണ്. അത് പലതവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. സോ 2 തിയറീസും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോമൺ കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, സങ്കല്പനങ്ങളും സൂചകങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വായിക്കാം. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, പിന്നെന്താണ് ഫെർട്ടിലിറ്റി റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടിലിറ്റി റേറ്റ്, മറ്റേണൽ മോർട്ടിലിറ്റി റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ, പല റേറ്റുകളെ പറ്റി പറയുന്നുണ്ട്. അതായത് എന്താണ് ജനന നിരക്ക്, മരണനിരക്ക്, അല്ലേ, ശിശു മരണനിരക്ക്, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്. ഇതിനകത്ത് നിന്ന് 1 വേർഡ്സ് ആണ് നമുക്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. ബർത്ത് റേറ്റിനെ കുറിച്ചിട്ട് എഴുതാനോ, പ്രത്യേകിച്ചും 1 വേർഡ് പലതവണ ചോദിക്കുന്നതാണ്. സെക്സ് റേഷ്യോ, ലിംഗാനുപാതത്തെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് മീൻസ് 1 വേർഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഡെഫിനീഷൻസ്, ഈ ഓരോ കോൺസെപ്റ്റ്സിൻ്റെയും എന്താണെന്നുള്ളത്, അതിൻ്റെ ആശയം എന്താണെന്നുള്ളത്, അതിൻ്റെ ഡെഫിനീഷൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ 1 വേർഡ്സ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനൊരു ടോപ്പിക്കാണ് ദ ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ, കുറയുന്ന ഇന്ത്യൻ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്സ് റേഷ്യോ കുറയുന്നു. അപ്പോൾ അതിനുള്ള റീസൺ എന്താണ്, അതായത് സ്ത്രീകളുടെ ഒരു എന്താ പറയുക, ഈ സെക്സ് റേഷ്യോ കുറയാനുള്ള കാരണം എന്താണ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഹെൽത്ത് ഫാക്ടേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ പെൺകുഞ്ഞുങ്ങളെയൊക്കെ എന്താ പറയുക, കുഞ്ഞുനാളിൽ തന്നെ കൊന്നു കളയുന്ന ഒരു ഇതുണ്ടല്ലോ, ഇൻഫാൻറ്റിസൈഡ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 4 മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഏതാണ് ടോപ്പിക്കിൻ്റെ പേര്, ഈ ഒരു ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എന്തുകൊണ്ട് സെക്സ് റേഷ്യോ കുറയുന്നു, അതിൻ്റെ റീസൺസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു വെച്ചിട്ട് പോവാട്ടോ. ഇനി നമുക്ക് വരുന്ന ഈ ലാസ്റ്റ് ടോപ്പിക്കാണ് പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനസംഖ്യാ നയം എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് മുന്നേ ഒക്കെ. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 6 മാർക്കിൻ്റെ സെക്ഷനിലും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പോപ്പുലേഷൻ പോളിസി ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിലെ ജനസംഖ്യാ നയം. ഓക്കെ, അല്ലെങ്കിൽ 1 വേർഡ്സ് ഒക്കെ ഇതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഇതെന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഒരു ഷോർട്ടസ്റ്റ് കണക്കാക്കി പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി നമുക്ക് വരുന്ന 3ാമത്തെ ചാപ്റ്ററാണ് സാമൂഹിക സ്ഥാപനങ്ങൾ, തുടർച്ചയും മാറ്റവും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ആദ്യമേ തന്നെ നമ്മൾ പഠിക്കുന്ന കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്, അല്ലേ. അപ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് നമുക്ക് ഒരു 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എവിടെ കൊടുത്തിട്ടുണ്ട്, ജാതിയുടെ എന്താണ് സവിശേഷതകൾ. ഓക്കെ, മലയാളത്തിൽ അങ്ങനെ പറയാം, ജാതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ കാസ്റ്റിൻ്റെ മെയിൻ ഫ്യൂച്ചേഴ്സ് കേട്ടോ. അപ്പോൾ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നമുക്ക് ഷോർട്ടസ്റ്റേക്ക് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ കാസ്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സ്, ജാതിയുടെ സവിശേഷതകൾ കേട്ടോ. ആ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട്, ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് മാത്രം എഴുതി നമുക്ക് 6 മാർക്ക് കിട്ടത്തില്ല. ആ പോയിന്റ്സിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൊടുത്ത് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്, എങ്കിലേ അവിടെ നമുക്ക് ഫുള്ള് 6 മാർക്ക് കിട്ടത്തുള്ളൂ. സോ കാസ്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സ്, ജാതിയുടെ ഫ്യൂച്ചേഴ്സ് പഠിക്കുക. ഇനിതാ ഇങ്ങനെ ഒരു ടോപ്പിക് കാണാൻ പറ്റും, കൊളോണിയലിസം ആൻഡ് കാസ്റ്റ്, ദറ്റ് ഈസ് കൊളോണിയൽ വാഴ്ചയും ജാതിയും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കൊളോണിയൽ ടൈമിലുള്ള കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. മുന്നേയുള്ള കാലഘട്ടത്തെ പറ്റിയിട്ട്. ഇത് നമുക്കൊരു ഷോർട്ടസ്റ്റേക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതുകൂടി നിങ്ങൾ വായിച്ച് വെച്ചിട്ട് പോകണം. ഇതിനകത്ത് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക് കേട്ടോ. കൊളോണിയലിസം ആൻഡ് കാസ്റ്റ്, കൊളോണിയൽ വാഴ്ചയും ജാതിയും വായിച്ച് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡോമിനൻ്റ് കാസ്റ്റ്, പ്രബല ജാതി എന്ന് നമുക്ക് പറയാം മലയാളത്തിൽ. സോ ഇത് നിങ്ങൾ നോക്കിയെടുക്കുക. ഇത് നമുക്കൊരു 2 മാർക്കിന് ഡെഫിനേഷൻ എഴുതാനോ 1 വേർഡ്സിൻ്റെ സെക്ഷനിലോ 4 മാർക്കിൻ്റെ സെക്ഷനിലോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡോമിനൻ്റ് കാസ്റ്റ് കേട്ടോ, പ്രബല ജാതി. സോ ഇതിനകത്ത് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത്. ഫ്യൂച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. പിന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ഡോമിനൻ്റ് കാസ്റ്റുകൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതായത് എന്താ പറയുക, കർണാടകയിലെ വോക്കാളിഗാസ് എന്നൊക്കെ പറയുന്ന വിഭാഗം ഈ ഡോമിനൻ്റ് കാസ്റ്റിന് എക്സാമ്പിളാണ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ
എക്സാമ്പിൾസ് പറയുന്നുണ്ട്, അതുകൂടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഡോമിനൻ്റ് കാസ്റ്റ് പഠിക്കുമ്പോൾ ഡെഫിനീഷൻ, ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. രണ്ട്, അതിൻ്റെ മെയിൻ ഫ്യൂച്ചേഴ്സ് പഠിക്കുക, സവിശേഷതകൾ പഠിക്കണം. മൂന്നാമതായിട്ട് അതിൻ്റെ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം ഇതിൽ നിന്ന് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വൺ വേർഡ്സ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോയാൽ പിന്നെ എങ്ങനെ വന്നാലും നമുക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ നമുക്ക് ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് സാൻസ്കൃതൈസേഷൻ കൂടി വരുന്നുണ്ട്, സംസ്കൃതവൽക്കരണം. അത് പക്ഷെ നമുക്ക് അടുത്ത് വേറൊരു ചാപ്റ്ററിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് അവിടെ പറയാം കേട്ടോ. അത് നോക്കി പഠിക്കുന്നതാണ് നല്ലത്. ഇതിനകത്ത് വളരെ ബ്രീഫായിട്ടേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഗോത്ര സമൂഹങ്ങളുടെ വർഗീകരണങ്ങൾ, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രൈബൽ സൊസൈറ്റീസ്. ട്രൈബൽ സൊസൈറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പെർമനൻ്റ് ട്രെയ്റ്റ്സ് ആണ്, ഇതാ കാണുന്നുണ്ടല്ലോ, സ്ഥിര സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തേത് അക്വയർഡ് ട്രെയ്റ്റ്സ് ആണ്, ഏതാണ്, ആർജിത സവിശേഷതകൾ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വൺ വേർഡ്സിനും അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ ഷോർട്ടസ്റ്റ് ടോപ്പിക്സിലും പിന്നെ കുഞ്ഞ് ആൻസർ എഴുതുന്ന ആ ഒരു എല്ലാ പല സെക്ഷൻസിലും ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും പഠിച്ചിട്ട് പോവുക. പഠിക്കുമ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റീസിന് ഈ 2 ക്ലാസിഫിക്കേഷൻ പഠിക്കണം. പെർമനൻറ്റ് ട്രെയ്റ്റ്സിനെ പറ്റിയും പഠിക്കണം, പിന്നെ എന്താണ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടും പഠിക്കുക. മീൻസ് അക്വയർഡ് ട്രെയ്റ്റ്സിനെ പറ്റിയിട്ട് കൂടി പഠിക്കുക. രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോകും. ഇതിനകത്ത് നിന്നും വൺ വേർഡ്സ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വൺ വേർഡ്സ് എന്നല്ല, ഷോർട്ടസ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കി പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ്, മെയിൻ സ്ട്രീം ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ട്രൈബ്സ്. ഗോത്രങ്ങളെക്കുറിച്ചുള്ള മുഖ്യധാരാ മനോഭാവങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് ഒരു 2 തിയറീസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? അതായത് ഇത് എവിടെ കാണുന്നുണ്ടോ, ഐസൊലേഷൻ വേഴ്സസ് ഇൻ്റഗ്രേഷൻസ് ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ്, വേർതിരിക്കൽ വേഴ്സസ് ഉദ്ഗ്രഥനം എന്ന സംവാദം. ഈ ഡിബേറ്റ് രണ്ടിനെയും കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. ഒരു 2-4 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഐസൊലേഷൻ തിയറി എന്ന് പറയുന്ന ആ ഒരു തിയറി, അല്ലെങ്കിൽ ഐസൊലേഷൻ തിയറി എന്നുള്ളതിനെ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്, വെരിയർ എൽവിൻ എന്ന് പറയുന്നത്. അതുപോലെ GS ഗുറയാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ തിയറീനെ പറ്റിയിട്ട് പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് ആ 2 ആൾക്കാരുടെ പേരും ഒക്കെ വൺ വേർഡായിട്ടും വരാറുണ്ട്, അല്ലെങ്കിൽ അതൊരു 2-4 മാർക്കിന് എഴുതാനും ചോദിക്കാറുണ്ട്. ഇത് രണ്ടും ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ്, ഇത് രണ്ടും മാത്രം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പഠിച്ചു പോയാൽ മതി. ഇനി ഇതാ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇങ്ങനൊരു ടോപ്പിക് കാണാം, നാഷണൽ ഡെവലപ്മെൻറ്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെൻറ്റ്, ദേശീയ വികസനവും ഗോത്ര വികസനവും എന്ന് പറഞ്ഞിട്ട്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ഷോർട്ടസ്റ്റേക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ നേഷൻ മീൻസ് നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ട്രൈബ്സിന് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. സോ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ഫാമിലി ആൻഡ് കിൻഷിപ്പ്, കുടുംബവും ബന്ധുത്വവും എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പല ടൈപ്സ് ഓഫ് ഫാമിലീനെ പറ്റിയിട്ട് നമ്മൾ +1 മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് മാട്രി ലോക്കൽ, പാട്രി ലോക്കൽ, മാട്രിയാർക്കൽ, പാട്രിയാർക്കൽ, പാട്രിലീനിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്സ് ഓഫ് ഫാമിലി പറയുന്നുണ്ടല്ലോ. പിന്നെന്താണ് ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വേണമെങ്കിൽ 6 മാർക്കിന് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓരോന്ന് വീതം എടുത്തിട്ട് കുഞ്ഞു ലെവലിൽ മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ്സ് ആയിട്ടും ചോദിക്കാം. ഏതെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിത് പഠിച്ചിട്ട് പോവുക. ഇതെവിടെയെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങൾ, ഡൈവേഴ്സ് ഫോംസ് ഓഫ് ഫാമിലി എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. എന്താക്കുക, നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഇത് നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണല്ലോ. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിൽ 2ാമത്തെ ചാപ്റ്ററുടെ അടുത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബാലൻസ് കാര്യങ്ങളാണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനത് പറഞ്ഞുതരാവേ. ഈ ഒരു ബോക്സ് കാണുന്നുണ്ടോ, ശ്രീധന്യ സുരേഷിനെ പറ്റിയിട്ട്. മീൻസ് ട്രൈബൽ മേഖലയിൽ നിന്ന് വന്ന ഫസ്റ്റ് IAS ഓഫീസറാണ്, സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത വ്യക്തിയാണ് ശ്രീധന്യ സുരേഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വൺ വേർഡായിട്ട് നിങ്ങൾ പഠിക്കണം. ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് പോകണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിർച്വൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വിർച്വൽ മാർക്കറ്റ് ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വിർച്വൽ മാർക്കറ്റ് കൃത്യമായിട്ട് തന്നെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ടും ഇത് നോക്കി പഠിച്ചിട്ട് പോണേ. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ചാപ്റ്ററിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് PYQസിൽ കണ്ടിട്ടുള്ള 2 ഞാൻ പറഞ്ഞത്. വിർച്വൽ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോണേ. പിന്നെ ഇത് മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല കേട്ടോ എനിക്ക് നോക്കിയിട്ട്, അതാണ് അത് കാണിക്കാൻ പറ്റാത്തത്.
ഇനി നമുക്ക് വരുന്ന 4ാമത്തെ ചാപ്റ്ററാണ് വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ, ദ മാർക്കറ്റ് എസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എവിടെ ആദ്യമേ വരുന്ന ഒരു വൺ വേർഡ് നിങ്ങൾ പഠിക്കുക. അതായത് ആഡം സ്മിത്ത് എഴുതിയ ഒരു ബുക്കാണ്, ഒരു പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻസ്. ഇംഗ്ലീഷിലും ഇതേ സംഭവം തന്നെയാണ് പറയുന്നത്. ആഡം സ്മിത്തിൻ്റെ ബുക്കിൻ്റെ പേരെന്താണ്? വെൽത്ത് ഓഫ് നേഷൻസ്. വൺ വേർഡാണ് പഠിക്കുക. വെൽത്ത് ഓഫ് നേഷൻസ് ആഡം സ്മിത്ത് എഴുതിയ ബുക്കാണ്. പിന്നെ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിനകത്ത് തന്നെ ലൈസസ്ഫിയർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ തന്നെ ആ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യകരം. ഇതും ഡെഫിനേഷൻ ഒന്ന് മനസ്സിലാക്കുക. വൺ വേർഡിലോ അല്ലെങ്കിൽ 2 മാർക്സിലൊക്കെ നമുക്കിതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലൊരു ദൊറൈ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിനെ പറ്റി പറയുന്നുണ്ട്, ദൊരൈ ഗ്രാമത്തെ പറ്റിയിട്ട്. ഇത് മുന്നേ ഒക്കെ 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. ദൊരൈ ഗ്രാമം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഇതിൽ ഒരു വൺ വേർഡ് നമുക്ക് ചോദിക്കാറുണ്ട്. ഈ ദൊരൈ ഗ്രാമത്തെ കുറിച്ചിട്ട് പഠനം നടത്തിയ വ്യക്തിയുടെ പേരെന്താണെന്ന്. ആൽഫ്രഡ് ജെൽ ആണ്. ആൽഫ്രഡ് ജെൽ. ഓക്കെ, ആൽഫ്രഡ് ജെൽ. സോ അത് നിങ്ങൾ പഠിക്കുക. ആ വൺ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ദൊരൈ ഗ്രാമത്തെ കുറിച്ചിട്ട്, ദൊരൈ വില്ലേജിനെ പറ്റിയിട്ട് പഠനം നടത്തിയത് ആൽഫ്രഡ് ജെൽ എന്ന് പറയുന്ന ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ് കേട്ടോ. ആൽഫ്രഡ് ജെൽ. അത് നിങ്ങൾ നോക്കുക. ഇനിതാ ഇങ്ങനൊരു ടോപ്പിക്കാണ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റ്സ്, ട്രഡീഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റീസ്. വിപണിയുടെ സാമൂഹിക സംഘാടനം, പരമ്പരാഗത വാണിജ്യ സമുദായങ്ങൾ. ഇതിനകത്തുനിന്ന് നമുക്കൊരു 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ വൺ വേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് ബജറാസ്. ബജറാസിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങളിതൊന്ന് വായിച്ച് വെച്ചിരിക്കുക കേട്ടോ. ബജറാസിനെ പറ്റിയിട്ടും പിന്നെ നഗരത്താർസിനെ പറ്റിയിട്ടുമൊക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വൺ വേർഡായിട്ട് തന്നെ, കൂടുതൽ ഡീറ്റെയിലേഷനിലോട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കമ്മോഡിറ്റൈസേഷൻ ആൻഡ് കൺസപ്ഷൻ, ചരക്കുവൽക്കരണവും ഉപഭോഗവും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. ഈ 2 കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ടും എഴുതാൻ ഒരു 4 or 5 മാർക്കിനൊക്കെ മീൻസ് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം, ഒക്കെ ഏത് രീതിക്ക് വേണോ ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു കുഞ്ഞു ടോപ്പിക് കൂടി വരുന്നുണ്ട്. ഇതാണ്, ദാറ്റ് ഈസ് സ്റ്റാറ്റസ് സിമ്പൽ. അല്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ. പദവി ചിഹ്നം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എവിടെ? സ്റ്റാറ്റസ് സിമ്പലാണ് സാമൂഹിക പദവി ചിഹ്നം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ഞാൻ ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്യാം. സാമൂഹിക പദവി ചിഹ്നം അല്ലെങ്കിൽ സ്റ്റാറ്റസ് സിമ്പൽ. ഈ ഒരു വേർഡ് കൊണ്ടുവന്നത്, ഇത് ഉപയോഗിച്ചത് മാക്സ് വെബർ ആയിരുന്നു കേട്ടോ. മാക്സ് വെബറാണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് സിമ്പൽ നമുക്ക് വൺ വേർഡായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡെഫിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് 2 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുകൂടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ കമ്മോഡിറ്റൈസേഷൻ കൺസെപ്ഷൻ അത് മെയിനായിട്ട് പഠിക്കുക. അതിൻ്റെ ലാസ്റ്റാണ് ഇങ്ങനൊരു കുഞ്ഞു ടോപ്പിക് കൂടി വരുന്നത്. ഇത് നിങ്ങൾ വിട്ടേക്കരുത്, ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. വൺ വേർഡ് നോക്കി പഠിക്കുക. ഇനി നമുക്ക് വരുന്ന 5ാമത്തെ ചാപ്റ്ററാണ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികളെന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഇതിലാദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് സാമൂഹിക അസമത്വം, സോഷ്യൽ ഇനീക്വാളിറ്റി എന്താണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഇത് എസ്സേയുടെ കൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പല കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റ്സുകൾ ഒരുമിച്ചാക്കിയൊക്കെ എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും സോഷ്യൽ ഇനീക്വാളിറ്റി നോക്കിയിട്ട് പോവുക. അല്ലെങ്കിൽ കൂടുതലും 2 മാർക്കിനൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ചും ഈ ഒരു എക്കണോമിക് ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ, 3 ടൈപ്സ് ഓഫ് ക്യാപിറ്റലിനൊക്കെ പറ്റി പറയുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. പിന്നെ പറയേണ്ടത് ഇതാണ് കേട്ടോ, സാമൂഹിക ശ്രേണീകരണം. ഇംഗ്ലീഷിൽ നമുക്കിതിനെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടോപ്പിക്ക്. അതിൻ്റെ 3 തത്വങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് താഴെ പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് എസ്സേക്കായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു സോഷ്യൽ ഇനിക്വാളിറ്റി, സാമൂഹിക അസമത്വം. അതുപോലെ തന്നെ ഇതെന്താണ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനാണ്, അതായത് സാമൂഹിക ശ്രേണീകരണം. ഇതുകൂടി നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇതൊക്കെ എന്താണ്, കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ചെറിയ ടോപ്പിക്സുകളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. ഇതുപോലെ തന്നെ അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സാമൂഹിക ബഹിഷ്കരണം. ഓക്കെ, അപ്പോൾ ഇതുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ആ ഒരു കാര്യം പറഞ്ഞില്ലേ,
അതിൻ്റെ ബാലൻസ് ആയിട്ട് ഒരു ടോപ്പിക് കൂടി പറയുന്നുണ്ട്, മുൻവിധി അല്ലെങ്കിൽ പ്രിജുഡൈസ്. ഇതൊരു 2 മാർക്കിനോ അല്ലെങ്കിൽ 1 വേർഡിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ 2 മാർക്കും 1 വേർഡും ഒക്കെ ഞാൻ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം നമുക്കറിയാം നമ്മുടെ സോഷ്യോളജിക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ചോയ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കാരണം ബാക്കിയൊക്കെ നമുക്ക് ചോയ്സ് ഉണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എഴുതാമെന്ന് വയ്ക്കാം. പക്ഷേ ഇതിപ്പോൾ ചോയ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വന്നിട്ടുള്ളത് എന്തായാലും അത് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സോഷ്യോളജി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം കേട്ടോ. ചോയ്സ് വരുന്നില്ല അവിടെ. ഓക്കെ, അപ്പോൾ മുൻവിധി പ്രിജുഡൈസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? സോഷ്യൽ ഇനിക്വാളിറ്റി, സാമൂഹിക അസമത്വം, പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം, പിന്നെ പ്രിജുഡൈസ് മുൻവിധി പറഞ്ഞു, സോഷ്യൽ എക്സ്ക്ലൂഷൻ സാമൂഹിക ബഹിഷ്കരണം, അല്ലേ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ എസ്സേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നെയാണ്, പക്ഷെ നമുക്കിപ്പോൾ ഒരു 2 മാർക്കിൻ്റെ സെക്ഷനിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 4 മാർക്ക് ആ റേഞ്ചിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് എന്താണ്? അസ്പൃശ്യത, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്, അല്ലേ? തൊട്ടുകൂടായ്മയൊക്കെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അൺടച്ചബിലിറ്റി ബേസ് ചെയ്തിട്ടൊരു 5 മാർക്കിനോ 6 മാർക്കിനോ ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ടാണ് വരാറുള്ളത്. പ്രത്യേകിച്ചും അൺടച്ചബിലിറ്റി എന്താണെന്ന് പഠിക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഒരു 3 ഡയമെൻഷൻസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അൺടച്ചബിലിറ്റിയുടെ 3 ഡയമെൻഷൻസ് അതുകൂടി നിങ്ങൾ പഠിക്കുക. എക്സ്ക്ലൂഷൻ, ഹ്യൂമിലിയേഷൻ, സബോർഡിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ എന്നൊക്കെ പറയുന്നതാണ് ആ 3 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺടച്ചബിലിറ്റി പഠിക്കുമ്പോൾ ആ 3 ഡയമെൻഷൻസ് കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കുക. ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ വരുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ് സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് അഡ്രസ്സിംഗ് കാസ്റ്റ് ആൻഡ് ട്രൈബ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ജാതി ഗോത്ര വിവേചനത്തിനെതിരെ രാഷ്ട്രീയതര നടപടികൾ എന്തെല്ലാമാണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ ഒരു എസ്സേ കണക്കാക്കി പഠിക്കുക. ഒരുപാട് നിയമങ്ങളെ പറ്റിയിട്ടും ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടും ഒക്കെ ഇതിനകത്ത് പഠിക്കാൻ വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് പോകണം കേട്ടോ. 8 മാർക്കിനോ അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് എസ്സേ ആയിട്ടോ ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് ഈ ഒരു OBC എന്ന് പറഞ്ഞിട്ടൊരു മീൻസ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിനകത്തുനിന്ന് 1 വേർഡ്സ് ചോദിക്കാറുണ്ട്. അഗെയിൻ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സസ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്, അതുപോലെ തന്നെ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനകത്ത് 1 വേർഡ്സ് വരുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്ന് പറയുന്നത് കാക്ക കലേൽക്കർ കമ്മീഷനാണ്. സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ കുറച്ച് കമ്മീഷൻ മീൻസ് OBCക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷനും മറ്റും ആനുകൂല്യങ്ങളൊക്കെ എന്താ പറയുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, റിസർവേഷൻ സംവരണങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഒരു കമ്മീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മേ ബി ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ആ ടോപ്പിക്ക് വായിച്ച് നോക്കുക. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഇതൊക്കെ. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. 1 വേർഡ്സിന് വേണ്ടിയിട്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഒരു എസ്സേ ലെവലിലൊക്കെ ചോദിക്കാം ആദിവാസി സ്ട്രഗിൾസ്, ആദിവാസി സമരങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എളുപ്പമാണിത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനെതിരെ എടുക്കേണ്ട നടപടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ആദിവാസി സ്ട്രഗിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന മെയിൻ ഒരു ടോപ്പിക്കാണ് സ്ത്രീകളുടെ സമത്വത്തിനും അവകാശങ്ങൾക്കുമുള്ള സമരങ്ങൾ, സ്ട്രഗിൾ ഫോർ വിമൻസ് ഇക്വാളിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് റിലേറ്റ് ചെയ്ത് മൊത്തത്തിൽ നമുക്കൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരുപാട് 1 വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും എടുത്ത് പറയുന്നില്ല. നിങ്ങൾ ഫുള്ള് വായിക്കുക, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് പഠിക്കുക, മീൻസ് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സിൻ്റെ പേരും അവരെഴുതിയിട്ടുള്ള ബുക്കുകളുടെ പേര്, അവർ തുടങ്ങിയിട്ടുള്ള പല നമുക്കറിയില്ല ആര്യ സമാജ്, ബ്രഹ്മ സമാജ് എന്നൊക്കെ പറഞ്ഞ് പല സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് 1 വേർഡ്സിന് വരുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് മൊത്തത്തിലൊരു എസ്സേ ലെവലിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുക. എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ ഒരു 2 ബുക്കുകളുടെ പേര് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അതായത് സ്ത്രീ പുരുഷ തുലാന എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്കിനെ പറ്റി പറയുന്നുണ്ട്. അത് എഴുതിയത് താരാബായ് ഷിൻഡെയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ഇതാണ് സുൽത്താന സ്ട്രീം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് പറയുന്നുണ്ട്. അത് എഴുതിയത് ബീഗം റോക്കിയ സഖാവത്ത് ഹുസൈനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കേട്ട് പേടിക്കേണ്ട. ജസ്റ്റ് ആ ടോപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കുക. വലിയൊരു ടോപ്പിക്കാണ്, കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ച് തീർക്കുക. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 1 വേർഡ്സ് ആയിട്ടോ എസ്സേ ആയിട്ടോ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് സ്ട്രഗിൾസ് ഓഫ് ദ ഡിസബിൾഡ്, ഭിന്നശേഷിക്കാരുടെ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം. ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ദെൻ ഇതുണ്ടല്ലോ, ഇത് ഷോർട്ട് എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, വെയിറ്റേജ് കൂടുതലുണ്ട്, ആൻഡ് ഓൾസോ ഒരുപാട് വലിയ ടോപ്പിക്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. വലിയ ചാപ്റ്ററാണ്, ടൈം എടുക്കും, മെല്ലെ ആയാലും ഒന്ന് പഠിച്ച് തീർക്കാം. ഇനി നമുക്ക് വരുന്ന 6ാമത്തെ ചാപ്റ്ററാണ് സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ, ദ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്തും എസ്സേ ടോപ്പിക്സ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി. സാമുദായിക സ്വത്വത്തിൻ്റെ പ്രാധാന്യം എന്താണ്? കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സാമുദായിക സ്വത്വം എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതൊരു 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്ക് അങ്ങനെ ഒരു ഷോർട്ട് എസ്സേ ലെവലിലൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് റീജിയണലിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിലെ പ്രാദേശികവാദം കേട്ടോ. റീജിയണലിസം നിങ്ങൾ നോക്കിയിട്ട് പോകണം. എഗെയിൻ ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇവിടെ കമ്മ്യൂണലിസത്തെ പറ്റിയിട്ട് സെക്യുലറിസത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമേ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വർഗീയത, കമ്മ്യൂണലിസം കേട്ടോ. ഇത് നിങ്ങൾ പഠിക്കുക. ഇത് നമുക്കൊരു എസ്സേയോ ഷോർട്ട് എസ്സേയോ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ 1 വേർഡോ ഏത് രീതിക്ക് വേണോ വരാം. ഷോർട്ട് എസ്സേ ലെവലിൽ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. സോ വർഗീയത, കമ്മ്യൂണലിസം മറന്നു പോകരുത്, അത് പഠിക്കണം. ദെൻ അതുപോലെ തന്നെയാണ് സെക്യുലറിസം, ദറ്റ് ഈസ് മതനിരപേക്ഷത എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഈ 2 ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും കൂടി ചേർത്ത് വേണമെങ്കിൽ 6 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. എവിടെ വേണം എങ്ങനെ വേണോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ 2 നിങ്ങൾ നോക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ റീസെൻ്റായിട്ട് 6 മാർക്കിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി, രാഷ്ട്രവും പൗരസമൂഹവും. സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ എന്താണ് പൗരസമൂഹം എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഒരു എസ്സേ കണക്കാക്കി തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ചും പഠിക്കേണ്ട ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സിവിൽ സൊസൈറ്റി, പൗരസമൂഹം എന്നുള്ള പൊസിഷൻ കൊടുക്കണമെങ്കിൽ അതിനൊരു 2 മാനദണ്ഡങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ഇതിനെ തുടർന്നുണ്ടായ പല കാര്യം, പിന്നെ എമർജൻസിയുടെ കാര്യമൊക്കെ ഇതിനിടയിൽ പറഞ്ഞു വരുന്നുണ്ട്. സോ ഫുള്ളായിട്ട് ഇനി ഈ ഒരു സിവിൽ സൊസൈറ്റി, പൗരസമൂഹത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇനി വരുന്ന ഒരു 1 വേർഡാണ് വിവരാവകാശ നിയമം, ദാറ്റ് ഈസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നാണ് വന്നത്. 2005 വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് 1 വേർഡ് ഇങ്ങനെ വരാറുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിട്ട് പോവാം. സോ ഇനി നമുക്കൊരു 7ാമത്തെ പാഠം എന്ന് പറയുന്നത് നമുക്ക് എക്സാമിനില്ല, ജസ്റ്റ് പ്രോജക്റ്റ് വർക്ക്സ് ബേസ് ചെയ്ത് വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ സോഷ്യോളജി, +2 സോഷ്യോളജിയുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 6 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. മീൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ നേരെ ഇരുന്ന് പഠിക്കുക. ഇനി ബാക്കി ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ, അത് നമ്മൾ ഉടനെയല്ല വൈകിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ അത് വരുന്നുണ്ടായിരിക്കും. സോ ചാനൽ ഫോളോ ചെയ്യുക. ആൻഡ് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അഡീഷണൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിന് ബാലൻസ് കുറച്ച് ചാപ്റ്റേഴ്സ് കൂടിയുണ്ട്. അതെല്ലാം ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് ചാപ്റ്റേഴ്സോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 6 ചാപ്റ്റേഴ്സ് വരെയുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു സോഷ്യോളജി റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു എസ്സേ, മീൻസ് ഇമ്പോർട്ടൻ്റ് എസ്സേസ് മാത്രം സെപ്പറേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എസ്സേസ് മാത്രം ജസ്റ്റ് ടോപ്പിക്സ് തന്നെയാണ് പറഞ്ഞു പോകുന്നത്, അറിയണമെന്നുണ്ട് എങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.